മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു, ഹരിയാനയിലെ ഇലക്ഷൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. അപ്പം അന്നൊന്നും ആരും വിശ്വസിച്ചില്ല. കോൺഗ്രസ് പറയുന്നത് കള്ളക്കണക്ക്. സത്യമാണ്, നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല, തെളിവ് വേണം. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 മാസക്കാലം ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ റിസർച്ച് വിങ് ശക്തമായിട്ട് നടത്തി 10-40 പേര് ഒന്നിച്ചിരുന്ന് ഈ പറയുന്ന ആ കെട്ട് കാണിച്ച് നേരത്തെ പത്രസമ്മേളനത്തെ കാണിച്ച് അത്രയും കെട്ടുകൾ പരിശോധിച്ചിട്ടാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വിടുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ക്വിറ്റ് ഇന്ത്യ സമരം പോലെയുള്ള ഒരു ഡൂ ഓർ ഡൈ പോരാട്ടമാണ്. പിന്നെ എന്തിന് ജനാധിപത്യം? വോട്ട് ചെയ്യാനുള്ള അവകാശം സാധാരണക്കാർക്കില്ലാതെ ഈ വോട്ട് മുഴുവൻ കാപട്യം നടത്തുകയാണെങ്കിൽ പിന്നെ ജനാധിപത്യത്തിൻ്റെ അർത്ഥമാണ്. നമ്മൾ ഈ ചെയ്യുന്ന ജോലി എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്കും കുറേ വോട്ട് ചേർക്കാം. നിങ്ങളത് കണ്ടതല്ലേ, അച്ഛൻ്റെ പേര് കണ്ടു, വീട്ടില്ല. ഒരു മുറിക്കകത്ത്, ഒരു മുറി വീടിനകത്ത് 80 വോട്ട്. അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ താമസയില്ല. ഒരു മണ്ഡലത്തിൽ മാത്രമുള്ള കാര്യമാണ്. ഇങ്ങനെ 100 കണക്കിൽ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള നാളത്തെ മാർച്ചുണ്ട്. 11-ാം തീയതി ഡൽഹി ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള മാർച്ചുണ്ട്. ഈ വിഷയം ഇന്നിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരിൽ ഒത്തുകൂടുന്നുണ്ട്. അവിടെയും ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം തന്നെയാണ്. ഈ കൃത്രിമം ഇലക്ഷൻ കമ്മീഷന് നീതിപൂർവമായി പ്രവർത്തിക്കണം. മുമ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഇങ്ങനൊരു പരാതി ഉണ്ടായിട്ടില്ല. ഏത് പാർട്ടി ഭരിച്ചാലും ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായിരിക്കും. പക്ഷേ ഇപ്പോഴാണ് കുറഞ്ഞ ആളുകളായിട്ടാണ് ഈ രോഗം പിടിവിട്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ.